എക്സാലോജിക് എന്നാൽ വീണ വിജയൻ മാത്രം. മാസപ്പടിയിൽ മുഖ്യ ആസൂത്രകയെന്നും SFIO കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി തുടക്കം മുതൽ തകർച്ച നേരിട്ടിരുന്നുവെന്നും CMRL നിന്നുള്ള പണമായിരുന്നു കമ്പനിയുടെ പ്രധാന വരുമാനമെന്നും കണ്ടെത്തൽ. മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ SFIO കുറ്റപത്രത്തിലുള്ളത് ഗുരുതര കണ്ടെത്തലുകൾ. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൻ്റെ മുഖ്യ ആസൂത്രകയാണ് വീണയെന്ന് SFIO പറയുന്നു. എക്സാലോജിക് കമ്പനി തുടങ്ങിയതിന് ശേഷം വളർച്ച താഴോട്ടേക്കായിരുന്നുവെന്നും കുറ്റപത്രം വിശദീകരിക്കുന്നു. പ്രതിവർഷം 66 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജിക് കമ്പനിക്കുണ്ടായിരുന്നത്. CMRLുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യ വരുമാനം. 2017 മുതൽ 2019 വരെ കാലയളവിൽ CMRLുമായി ഇടപാടുകൾ നടത്തി. പ്രതിമാസം 5 ലക്ഷം രൂപ CMRLിൽ നിന്നും വീണയുടെ പേരിലെത്തി. കമ്പനിയുടെ പേരിലും 3 ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് 7 നമ്പർ കോടതിയിലാണ് SFIO കുറ്റപത്രം നൽകിയത്. ഈ റിപ്പോർട്ടിൽ തുടർ നടപടികൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ 2,78 ലക്ഷം രൂപ CMRLിൽ നിന്ന് വീണ കൈപ്പറ്റിയെന്നാണ് SFIO കണ്ടെത്തൽ. എക്സാലോജിക് എന്നാൽ വീണ മാത്രമെന്ന തട്ടിപ്പിൽ വീണയ്ക്ക് സുപ്രധാന പങ്ക്, കോടികൾ തട്ടിയെന്ന് തന്നെയാണ് SFIO റിപ്പോർട്ട്. കേസിൽ വീണ 11ാം പ്രതി. സേവനം നൽകിയതിന് തെളിവില്ല. വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷം രൂപ വീതം നൽകി. ഈ വിഷയങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPMും ഇനി എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തുമെന്നാണ് പുതിയ ചോദ്യം. CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് സുപ്രധാന പങ്കെന്നുള്ള SFIയുടെ റിപ്പോർട്ട് ചർച്ചയാക്കുകയാണ് മാധ്യമങ്ങൾ. വീണയും ശശിധരൻ കർത്തയും ഒത്തുകളിച്ച CMRLിൽ നിന്ന് 2,78 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും എക്സാലോജിക് CMRLിന് സേവനം നൽകിയതിന് ഒരു തെളിവുമില്ലെന്നും റിപ്പോർട്ട് വിശദീകരിക്കുന്നു. CMRL എക്സാലോജിക് കേസിൽ തുടർ നടപടികളിലേക്ക് EDയും കടന്നിരിക്കുകയാണ്. വീണ അടക്കമുള്ളവരുടെ മൊഴി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴി ആവശ്യപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിനായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപേക്ഷ നൽകി. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് ED എന്ന സൂചനയാണ് ലഭിക്കുന്നത്. CMRL എക്സാലോജിക് കേസിൽ SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കോടതിയിൽ അപേക്ഷ നൽകി ED കുറ്റപത്രം വാങ്ങിയിരുന്നു. ഈ കുറ്റപത്രം പരിശോധിച്ചതിന് ശേഷമാണ് കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴിയും ആവശ്യപ്പെട്ട് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ED ഇപ്പോൾ വീണ്ടും കേസുമായി മുന്നോട്ട് പോകുന്നുവെന്ന സൂചന നൽകുന്നത്. ഇപ്പോൾ ആവശ്യപ്പെട്ട രേഖകൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഇനി നോട്ടീസ് അയച്ച് തുടർ നടപടികളിലേക്ക് നീങ്ങുകയാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുക. അതേസമയം CMRL എക്സാലോജിക് ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകൻ MR അജയൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിന്മേലായിരുന്നു ഹൈക്കോടതി നടപടി. കൂടാതെ SFIO റിപ്പോർട്ടിൽ കുറ്റം ചുമത്തിയത് ചോദ്യം ചെയ്ത് CMRL നൽകിയ ഹർജിയിൽ SFIO റിപ്പോർട്ടിലെ തുടർ നടപടികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിരുന്നു. പ്രതികൾക്ക് സമൻസ് അയക്കുന്നതടക്കം തടഞ്ഞുകൊണ്ടായിരുന്നു കോടതി ഉത്തരവ്.